എസ് കെ നിലവിൽ ഈ മുൻ മന്ത്രി സെന്തിൽ ബാലാജി അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ 31 മരണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ കൂടുതൽ കണക്കുകളൊക്കെ ഇപ്പോൾ പല മാധ്യമങ്ങളും നൽകുന്നുണ്ട്. പക്ഷേ സെന്തിൽ ബാലാജി പറഞ്ഞതനുസരിച്ചാണ് എങ്കിൽ 31 മരണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനപ്പുറത്തേക്ക് അദ്ദേഹം 58 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത് എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ 17 പേരുടെ നിലയാണ് ഗുരുതരം എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്പസമയം മുൻപ് മാത്രമാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്. അപ്പോൾ ഇത് ഏറ്റവും ഒടുവിലത്തെ കണക്കാണ് അദ്ദേഹം ക്രോഡീകരിച്ച് പറയുന്നത്. അങ്ങനെയെങ്കിൽ 31 മരണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ 17 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. നിലവിൽ അവർ ചികിത്സയിലാണ്. മറ്റു ചിലരെ കൂടിയൊക്കെ ഇപ്പോൾ സമീപത്തുള്ള ആശുപത്രിയിലേക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അതായത് ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷവും ഇത്തരത്തിൽ തലകറക്കമൊക്കെ അനുഭവപ്പെട്ട, ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട പലരെയും ഇപ്പോൾ ആശുപത്രിയിലേക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. നിലവിൽ പ്രതിപക്ഷ നേതാവ് എടപ്പാടി പളനിസ്വാമി അടക്കം സംഭവത്തിൽ നടുക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പല പ്രതിപക്ഷ പാർട്ടികളും ഇതിലൊരു കൃത്യമായ അന്വേഷണം വേണമെന്ന ആവശ്യവുമായി രംഗത്തെത്തുന്നുണ്ട്. ടി.വി.ക്ക് പ്രതിരോധത്തിലാക്കുന്ന, വിമർശിക്കുന്ന ഒരു കൂടുതൽ പ്രതികരണങ്ങൾ ഈ ഘട്ടത്തിൽ രംഗത്ത് വരികയാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ കരൂരിൽ ഈ നടത്തിയ പരിപാടിയുമായി ബന്ധപ്പെട്ട് പോലീസ് നേരത്തെ തന്നെ വിജയിയോട് അനുമതി നിഷേധിച്ചുകൊണ്ട് നൽകിയ വിവരങ്ങളൊക്കെയും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. 3 വേദികൾ വിജയ് ആവശ്യപ്പെട്ടു. പക്ഷേ ആ 3 വേദികളിലും പ്രസംഗിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അവിടെ സംസാരിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം പോലീസ് വിജയോട് ആവശ്യപ്പെട്ടു. അതിന് പിന്നാലെ വിജയ് പിന്നീട് ഈ ഒരു വേലുച്ചാമിപുരത്ത് തന്നെ സംസാരിക്കാൻ നിർബന്ധിതനാവുകയായിരുന്നു. അതിൽ ടി.വി.കെക്ക് വലിയ അമർഷവും ഉണ്ടായിരുന്നു. കാരണം 2 ദിവസം മുമ്പ് എടപ്പാടി പളനിസ്വാമി ഈ സ്ഥലത്ത് സംസാരിച്ചു പോയതാണ്. അപ്പോൾ തങ്ങൾക്ക് ആ സ്ഥലമല്ല, മറ്റൊരു സ്ഥലമാണ് വേണ്ടത് എന്ന് ടി.വിക്ക് ആവശ്യപ്പെട്ടിരുന്നു. അവിടെയാണെങ്കിൽ ആളുകൾ വളരെ കുറച്ച് മാത്രം, ഇതിലും കുറച്ച് ആളുകളെ മാത്രം കൊള്ളാൻ കഴിയുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലത്തേക്ക് വരുമ്പോൾ ഇത് ടി.വിക്കെ സംബന്ധിച്ചിടത്തോളം ഈ കരൂരിലെ പരിപാടി അവരുടെ ഒരു പ്രസ്റ്റീജ് പരിപാടി കൂടിയായിരുന്നു. കാരണം ഇന്നലെ ഉച്ചയോട് മാത്രമാണ് ഈ കരൂരിൽ ഈ ഒരു സ്ഥലം തീരുമാനിക്കപ്പെട്ടത്. മാത്രമല്ല അതിന് സെന്തിൽ ബാലാജി എന്ന് പറയുന്ന ഒരു ഫാക്ടർ കൂടി ഉണ്ടായിരുന്നു. രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ അതിന് സെന്തിൽ ബാലാജി എന്നൊരു ഫാക്ടർ ഉണ്ട്. കാരണം DMK സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഒരു മേഖലയിലെ മുഴുവൻ ഓപ്പറേഷന് നേതൃത്വം നൽകുന്ന സെന്തിൽ ബാലാജിയാണ്. ഇത്തരത്തിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ്റെ ഏറ്റവും അടുത്ത അനുയായിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തട്ടകത്തിൽ കൂടിയാണ് വിജയ് എത്തുന്നത്. DMKക്കെതിരെ അത്ര രൂക്ഷ വിമർശനം ഉന്നയിക്കുന്ന വിജയ് ഇന്ന് സെന്തിൽ ബാലാജിക്കെതിരെ തന്നെയാണ് അവിടെ സംസാരിച്ചതും അതിൽ കൂടുതൽ സമയം അദ്ദേഹത്തിനെ തന്നെയാണ് വിമർശിക്കുകയും ചെയ്തത്. അതിന് പിന്നാലെ ആ സ്ഥലത്തേക്ക് എത്തുമ്പോൾ കൂടുതലായ പ്രവർത്തകർ അവിടേക്ക് എത്തും എന്നുള്ള കാര്യം ടി.വിക്ക് ഉറപ്പായിരുന്നു. അവിടെയാണ് വിജയ് ഒരു രാഷ്ട്രീയ മറുപടി നൽകുക. അവിടെയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തഗ്ഗുകൾ, കൗണ്ടറുകൾ, സിനിമാ ഡയലോഗുകൾ, അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ, ഇതൊക്കെയും അദ്ദേഹം പറയാൻ പോകുന്നത് അവിടെയാണ്. അപ്പോൾ അവിടേക്കാണ് കൂടുതൽ ആളുകൾ ഇരച്ചെത്തിയത്. മാത്രമല്ല ശനിയാഴ്ച വൈകുന്നേരമാണ്, കൂടുതലായ ആളുകൾ കൂടുന്ന സമയമാണ്, പിറ്റേന്നൊരു ഹോളിഡേ ആണ്. അപ്പോൾ അതുമൊക്കെയായി ബന്ധപ്പെട്ട് ആളുകൾ കൂടുതലായി എത്തുമെന്നുള്ളതൊക്കെ ഈ ടി.വിക്കും പോലീസിനും ഒക്കെ അറിയാമായിരുന്നു. പക്ഷേ അവിടെ കൂടുതൽ ആളുകൾ എത്തുമ്പോൾ മതിയായ സുരക്ഷ ഒരുക്കിയിരുന്നോ എന്നുള്ളതൊരു ചോദ്യമാണ്. വിജയ്ക്ക് അവിടെ ഒരു ഓവർ ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. ആ ഓവർ ബ്രിഡ്ജിൽ നിന്ന് വിജയ്ക്ക് താഴേക്ക് ഇറങ്ങി വരാൻ പോലും പറ്റാത്ത തരത്തിൽ അത്രയധികം ആളുകൾ അവിടെ ഇങ്ങനെ തിങ്ങിക്കൂടി നിൽക്കുകയായിരുന്നു. ആ ഒരു ഓവർ ബ്രിഡ്ജിൻ്റെ ഒരു സൈഡ് മുഴുവൻ ആളുകൾ നിന്ന് ഈ പരിപാടി കാണുകയായിരുന്നു. അങ്ങനെ ഗതാഗതത്തെ പൂർണ്ണമായി സ്തംഭിപ്പിക്കുന്ന തരത്തിൽ റോഡ് ഷോ പാടില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ നിരവധി ബൈക്കുകൾ വരുന്ന തരത്തിൽ, റാലിക്കായി കൂടുതൽ വാഹനങ്ങൾ അദ്ദേഹത്തിനൊപ്പം ചേരുന്ന തരത്തിൽ ഒരു സമയക്രമവും പാലിക്കാതെയാണ് വിജയ് ഇവിടെ സംസാരിച്ചിട്ടുള്ളത്. ആദ്യം അദ്ദേഹം തീരുമാനിച്ചിരുന്നത് 3 ജില്ലകളിൽ ഒരു ദിവസം സംസാരിക്കാമെന്നായിരുന്നു. പിന്നീട് ആളുകൾ കൂടുന്നത് മനസ്സിലാക്കി അദ്ദേഹം പര്യടനത്തിൻ്റെ സമയം കൂട്ടുന്നു. 2 ജില്ലകളിൽ മാത്രം ഒരു ദിവസം സംസാരിക്കാമെന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ പരിപാടി വിപുലീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടി നോക്കേണ്ട, നടപ്പിലാക്കേണ്ട, അത് കൃത്യമാണോ എന്ന് പരിശോധിക്കേണ്ട ബാധ്യത ടി.വിക്കുണ്ട്, ടി.വിക്കെ നേതാക്കൾക്കുണ്ട്. അവിടെയാണ് ഈ പുതിയ പാർട്ടി എന്നുള്ള പ്രശ്നം ടി.വിക്കെ കാര്യമായി ബാധിക്കുകയും ചെയ്തത്. അപ്പോൾ അത്തരത്തിൽ കൂടുതൽ തങ്ങൾ സുരക്ഷ മതിയായ രീതിയിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ കുറേ എന്താണ് പറയുക, അത് കൂടുതലായി ഈ നിർദ്ദേശങ്ങളൊക്കെ നൽകി പോന്നിരുന്നു എന്നതടക്കം പോലീസ് ആവർത്തിച്ചു പറയുന്നുണ്ട്. പോലീസിൻ്റെ ഏറ്റവും പുതിയ ബൈറ്റുകൾ, അവരുടെ വിവരങ്ങളൊക്കെയും പുറത്തു വരുമ്പോൾ അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുകയും ചെയ്യുന്നത്. എന്തായാലും ഒരു വലിയ അപകടം എന്നുള്ളത് തന്നെ, പ്രത്യേകിച്ച് പല സന്ദർഭങ്ങളിൽ ഇത്തരത്തിൽ ജയലളിത വരുമ്പോഴായാലും, കരുണാനിധി വരുമ്പോഴായാലും, MGR വരുമ്പോഴായാലും ഒക്കെ ഇങ്ങനെ കൂടുതൽ നേതാക്കൾ, കൂടുതൽ പ്രവർത്തകർ അവിടേക്ക് എത്തുകയും ചെറിയ അപകടങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തതൊക്കെ നമുക്കറിയാം. ജയലളിത നേരത്തെ ഒരു സാരി വിതരണവുമായി ബന്ധപ്പെട്ട് ജയലളിത നടത്തിയ ഒരു പരിപാടിയിൽ എങ്ങനെ ആളുകൾ മരിക്കുന്നതും മറ്റുമൊക്കെ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഇതൊരു റാലിയാണ്, അല്ലെങ്കിൽ ഒരു സംസ്ഥാന പര്യടനമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ്
വിജയ് അവിടേക്ക് എത്തുന്നത്. അപ്പോൾ അത്തരത്തിൽ ആളുകൾ ഇടിച്ചുകൂടുമ്പോൾ അദ്ദേഹം ആ പരിപാടി പല സ്ഥലങ്ങളിലായി നടത്താൻ തീരുമാനിക്കണം. ഒരു ജില്ലയിൽ തന്നെ പല സ്ഥലങ്ങളിലായി നടത്തുകയോ അല്ലെങ്കിൽ ആളുകളെ കൺട്രോൾ ചെയ്യാനൊരു രീതി ഉണ്ടാക്കുകയോ. കാരണം TVK പ്രവർത്തകർ മാത്രമല്ല ഈ പരിപാടിയിലേക്ക് വരുന്നത്. തിരുച്ചിറപ്പള്ളിയിലൊക്കെ പല അമ്മമാർ വന്ന് രാവിലെ മുതൽ 7 മണി മുതൽ വന്നു നിന്ന് വിജയെ കണ്ടു മടങ്ങുന്നത് വൈകിട്ട് 3 മണിക്കാണ്. അവർക്ക് വിജയ് ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമല്ല, മറിച്ചൊരു സിനിമാ താരം കൂടിയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.